ഇത് സ്ലീവ്ലെസ് എലൈനാണ്, സ്ലീവ് അകത്തുണ്ട്. ഓണം കളക്ഷൻസ് എന്നാ പിടിച്ചോ. ഇതൊരു വെറൈറ്റി ആണ് ഡെൽറ്റ പ്രിന്റ് എന്ന് പറയാം. ഈ രാത്രി ആയിട്ടും തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല. നൈറ്റിയുടെ കൂടെ യൂസ് ചെയ്യുന്ന ഷോളില്ലേ, അതാണ് ചുങ്കുടി ഷോള്. പ്ലസ് സൈസ് എന്ന് പറയുമ്പോ എങ്ങനെയാ? 46, 48, 50 എല്ലാം നമുക്ക് നൈറ്റി ബിറ്റുകളാണ് കേട്ടോ. നല്ല അടിപൊളി പീസാണ്. ഈ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് രാത്രിക്ക് ഏറ്റവും പകൽ വന്ന് നിങ്ങൾ എടുക്കും. ഇത് നമ്മുടെ എലിസബത്ത് ചേച്ചി കേട്ടോ. എൽമി ചേച്ചിയുടെ ഇട്ടേക്കണതിന്റെ അടുത്ത ഷെയ്ഡാണിത്. ഇതിന്റെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് വേണമെന്ന് പറയാണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് എല്ലാം പോപ്ലിൻ തന്നെയാണ് കേട്ടോ. ഇത് ഹക്കോബയില് മൊത്തം ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ കേട്ടോ. പാന്റ് എടുക്ക്. യൂണിഫോം സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലായിരിക്കും അതാണ് വെച്ചേക്കുന്നത്. ഇത് ഫർബദരി സിൽക്ക് ടൈപ്പിലാണ്. ബദ്രിയിൽ വർക്ക് വരുന്ന ഷോളുകളാണ് കേട്ടോ. ആകുമ്പോഴത്തേക്കും സിൽക്കി ബ്രൊക്കേഡ് വരും. ജ്യോതി രണ്ടാളും കൂടി ഒന്നായി. ഇപ്പൊ എന്താണ് ജ്യോതി ടെക്സ്റ്റൈൽസ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ് കേട്ടോ. പുതിയ കട വന്ന വിവരമൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ കളക്ഷൻസ് എന്താണെന്ന് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ എറണാകുളത്ത് ഈ കാണുന്നത് ഗോപാല പ്രഭു റോഡാണ് കേട്ടോ. ഗോപാല പ്രഭു റോഡില് ഈ ഒരു പേര് പുതുമയൊന്നല്ല, ജ്യോതി ടെക്സ്റ്റൈൽസ്. ആൾക്കാർക്കൊക്കെ കേൾക്കുമ്പോ ഈ ഒരു പേര് ചിലപ്പോ പുതുമയായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഈ ഒരു പേര് SPM-ഉം അതുപോലെ തന്നെ ജ്യോതിയും ഇത് രണ്ടും കൂടി ഒന്നായ വിവരം ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒന്നായ ഷോപ്പാണ് ഈ കാണുന്ന ഷോപ്പ് കേട്ടോ. 2 ഫ്ലോർ ആണ്. അടിയിലും മുകളിലായിട്ട് നമുക്ക് കുർത്തീസ്, 2 പീസ്, 3 പീസും റണ്ണിങ് മെറ്റീരിയൽസ് മുകളിലും അതൊക്കെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇഷ്ടംപോലെ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതാ ഇപ്പൊ പുതിയ ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്തിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല. ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വേറെ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മൊത്തം സ്റ്റോക്ക് വരുന്നതാണ്. ദേ പണി കഴിഞ്ഞിട്ടില്ല അല്ലേ? പണി കഴിഞ്ഞു. ലൈറ്റ് സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് ലോഡിങ് കറേനാ മലയാളമാണോ ഹിന്ദിയാണോ ഏതാന്ന് ഇപ്പൊ നമുക്ക് തന്നെ കാണുമ്പോ അതാണോ? പക്ഷെ ബയ്യാണോ മലയാളിയാണോ? പച്ച മലയാളിയല്ല. പക്ഷെ പണിയെടുത്താലോ കാശ് കിട്ടുള്ളോ? എനിക്കാണെങ്കിൽ പൈസ കിട്ടുന്നത് എന്നോട് കേറിക്കൊള്ളാൻ ഇറക്കാൻ. പോരട്ടെ. അപ്പൊ ഈ കാണുന്നത് ഇവിടെ നോക്കി. ഈ ബണ്ടലൊക്കെ മൊത്തം റാക്കിലേക്ക് കയറ്റാനുള്ളതാണ്. ഇപ്പുറത്തെ സൈഡ് മൊത്തം ബണ്ടൽ റാക്കിലേക്ക് കയറ്റാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഗോപാല പ്രഭു റോഡ് ത്രൂ നമുക്ക് കേറാനുള്ള ഓപ്ഷൻ ഉണ്ട്. കേറാം. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി ഉള്ളിക്കൂടെ കടയിൽക്കൂടെ കയറി കഴിഞ്ഞപ്പോ ബാക്ക് സൈഡിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഇവിടെ 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഗോപാല പ്രഭു റോഡ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ ഈ ഒരു എൻട്രൻസ് കൂടിയിട്ട്. ഈ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് മലബാർ ഈ റെസ്റ്റോറന്റ് ഉണ്ട്. അതിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ മർച്ചന്റ് യൂണിയൻ ഓഫീസും കൂടി ഉണ്ട്. ആ റോഡും കൂടി പറയാം. മർച്ചന്റ് യൂണിയൻ ഓഫീസിന്റെ അവിടെ നമുക്കൊരു എൻട്രൻസ് വരുന്നുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കളക്ഷൻസിന് ഒട്ടും കുറവില്ല. ഇരിക്കണതൊക്കെ ഇനി റാക്കിലേക്ക് കയറ്റാനുള്ളതാട്ടോ. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് കയറ്റാനുള്ളതാണ്. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് ഇവിടെയും തന്നെയല്ല, ഫ്രണ്ട് സൈഡിലും നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇതൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല അടിപൊളി ലുക്കായിരിക്കും. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. വരും. ഇഷ്ടം പോലെ സ്റ്റോക്സ് വന്നിട്ടുണ്ട്. കുറൊക്കെ റാക്കിൽ കയറ്റാണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെയാണ്. ഒന്ന് തിരിഞ്ഞു കാണിച്ചു കൊടുത്താൽ ഫുൾ തിരക്കും കളക്ഷൻസ് കൊണ്ട് കളക്ഷൻസ് എവിടെന്നാ തുടങ്ങേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം എന്ന് വെച്ചാൽ റണ്ണിങ് മെറ്റീരിയൽസും അതുപോലെ തന്നെ കുർത്തീസും അതുപോലെ കുറെ കളക്ഷൻസ് കുറെ ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോകുന്നതുണ്ട്. ഓൺലൈൻ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഓണറിൽ നിന്ന് നമുക്ക് പരിചയപ്പെടുത്താം കേട്ടോ. इवरता मेन ऑनर नमस्ते नमस्ते और बाकी का अपना सचिन भाई और बोलो कहाँ गए? वो तो 2 लड़के हैं ना मेरे. हाँ मेरे 2 लड़के. आप ही तो बड़े ओनर. हाँ मैं ओके तो कलेक्शन दिखाऊं मैं. तो हमारे तरफ से एक स्वागत. മെയിൻ ഓണറാണ് ഇവര്. 2 മക്കളാണ്. ഈ ഒരു SPM-ഉം അതുപോലെ തന്നെ ജ്യോതിയും നടത്തിക്കൊണ്ട് പോകണ്ടായിരുന്നു. അത് രണ്ടും കൂടിയിട്ട് ഒന്നാക്കി ഒരു ബിൽഡിംഗിൽ 2 ഫ്ലോർ മൊത്തം. ഇവിടെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ ജ്യോതി ടെക്സ്റ്റൈൽ. ബാക്കി ഇതെവിടെ പോയി? SPM എവിടെ പോയി? SPM വിളിച്ച രണ്ടാളും ഒന്നായത് കാണിക്കണ്ടേ നമുക്ക്? ഒരു മിനിറ്റ് വേഗം ഓടുക. അതെ വരുന്നു. ബടാ ഭായി छोटा भाई कौन है? वो बड़ा भाई. ये छोटा भाई. नो दे SPM വരുന്നു. SPM ആൻഡ് ജ്യോതി രണ്ടാളും കൂടി ഒന്നായി. ഇപ്പൊ എന്താണ് ജ്യോതി ടെക്സ്റ്റൈൽസ് രണ്ടാളും കൂടി. വെൽക്കം. അപ്പൊ ഇനിയും നമ്മൾ കളക്ഷൻസ് കാണിക്കാം. ഇത്ര ആളെ നമ്മൾ രണ്ടാളെ ഒരുമിച്ച് ഇതുവരെ കിട്ടാറില്ല. പക്ഷെ ഇവര് രണ്ടുപേരും ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞോ. മലയാളം അറിയാലേ? ഹിന്ദി പോലത്തല്ലേ മലയാളം ചെയ്യേ. എന്താണ് ഇവിടെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഉള്ളത്? പുതിയതായിട്ട് നമുക്ക് വേണ്ടി ഓണം ഒരുക്കിയിട്ടുണ്ട്. മതലബ് ഓണം കെ ലിയെ കുछ കളക്ഷൻ ഹേ ഹമാരെ ലിയെ. നമുക്ക് ഓണമിന്റെ ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂനകത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പ്രിന്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ വർക്ക് ഉണ്ട്, എംബ്രോയിഡറി ഉണ്ടാവും.
പിന്നെ കുറച്ച് അതായത് അത് ആക്ച്വലി ഓണത്തിന് വേണ്ടി ഒരുങ്ങിണ്ട്. അതെ അതെ അപ്പൊ നമുക്ക് ഒരുങ്ങാം. എന്തായാലും നമുക്ക് ഫുൾ കളക്ഷൻസ് കാണിക്കാം. അപ്പൊ ഈ സൈഡിലാണെങ്കിൽ നമുക്ക് ഞാൻ കളക്ഷൻസിലേക്ക് എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ സൈഡിൽ നമുക്ക് മൊത്തം കുർത്തീസിന്റെ സെക്ഷൻ. കുർത്തീസ് പിടിച്ച് ഇങ്ങനെ നിൽക്കാനുള്ള പറയാൻ പറ്റായി അവള് ചാടി നിൽക്കാണ് പറയാൻ വേണ്ടിട്ട്. ഈ സൈഡാണെങ്കിൽ മൊത്തം നമുക്ക് കുർത്തീസ് ആണ്. കുർത്തീസ് 2 പീസ് ഉണ്ടാ? 2 പീസ് ഇപ്പുറത്തെ സൈഡ് ഉണ്ട്. ഓക്കെ, തുടങ്ങ. ഓക്കെ, ഇത് രംഗോലി സിൽക്ക് ആണ്. ഇത് ഈ റാക്ക് കാലിയായി ഇതൊന്നും നോക്കണ്ട കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോ വന്നത് നേരം വൈകി രാത്രി നേരത്താണ്. ഈ സമയം കൊണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കി കൊണ്ടുപോകണം. ഇതൊക്കെ എപ്പോഴാ റീലോഡ് ചെയ്യാ? ഇത് രാത്രി കയറ്റും നിങ്ങൾ. രാത്രിക്ക് ഏറ്റവും പകല് വന്ന് നിങ്ങൾ എടുക്കും. അതെ അല്ലെ? ഇനി രംഗോലി സിൽക്കില് ഇത് റംഗോളിയില് ഫുൾ ഹെവി വർക്കിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. നല്ല അടിപൊളി. ഇതിന്റെ കളർ ചാറ്റുകളുണ്ട് കേട്ടോ. ഇനിയുണ്ട്. അതെ, കളർ ചാർട്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും പിക്ക് ചെയ്യാം. ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലെങ്ങനെയാ? മീഡിയം M2 XXL അത് മൊത്തം എടുക്കണം. മൊത്തം എടുക്കണം. ഒറ്റ കളറ് 4 അളവ്. അത് എടുക്കണം. എന്തുകൊണ്ടാ കാരണം? നമ്മൾ ഹോൾസെയിൽ ആയതുകൊണ്ട്. അതന്നെ. അപ്പൊ ഇതൊരു കളക്ഷൻ കണ്ടില്ലേ? ഇതിന്റെ വെറൈറ്റികൾ. ഇനി അടുത്ത ഫ്രോക്ക് ടൈപ്പ് ആണ് ജോർജറ്റില്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. 2 ബാച്ച് ഉണ്ടാവും. കളേഴ്സുകളാണ് കാണുന്നത്. ജസ്റ്റ് സാമ്പിൾ. അതുപോലെ കളേഴ്സ് ആണ് ഈ കാണിക്കുന്നത്. ഇഷ്ടമുള്ള കളർ ആണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇത് വേറൊരു വെറൈറ്റി ആണ്. ഇത് 2 പീസ് ആയിട്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. 2 ഷെയ്ഡാ വരിക. ഇതിന്റെ ഷെയ്ഡ് നമുക്ക് അപ്പുറത്ത് കാണിക്കാം. ഒരു ഷെയ്ഡ് അപ്പുറത്ത് കാണിക്കാം. ഇതിലൊരു മറൂൺ ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് സൈഡിൽ പോക്കറ്റ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഇത് ടോപ്പിൽ പാന്റിലുണ്ടോ? പാന്റിലുണ്ടാവും. ഇല്ല. ഉണ്ട്. അയ്യേ, ഞാൻ ഇങ്ങനെ സ്ലിറ്റ് ആവുമ്പോ പാന്റിലുണ്ടാവും. ഏലാണെങ്കിൽ ടോപ്പിലുണ്ടാവും. അപ്പൊ ഉണ്ട്. ഇതൊരു വെറൈറ്റി ആണ്. ഡെൽറ്റ പ്രിന്റ് എന്ന് പറയാം. ഓക്കെ, ഇത് കളർ ചാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി കളേഴ്സുകളാണ് വരുന്നത്. ഒക്കെ നല്ല ഡിഫറെന്റ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഇതേ പിടിച്ചോ. ഇതിന്റെ കളക്ഷൻസ് നല്ല പ്രിന്റുകൾ തന്നെ. ഇതൊക്കെ സെയിം മെറ്റീരിയൽ കിടക്കട്ടെ അങ്ങോട്ട് പൊളിക്കട്ടെ അങ്ങോട്ട്. അതായത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ. വീണ്ടും പറയണം, ഹോൾസെയിൽ ഓൺലി. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ പീസ് മേടിക്കാൻ തോന്നും. വേണ്ട, വിളിക്കും വേണ്ട, ഓൺലി ഹോൾസെയിൽ. ഇതെല്ലാം ഇതിന്റെ വെറൈറ്റികളാണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ അടുത്തത് കളേഴ്സ് ഇടണം. കളേഴ്സ് ഇടണ്ട, നമുക്ക് ഇങ്ങോട്ട് മാറുന്നത്. നീ കണ്ടോ റാക്കില് ഫുൾ കളേഴ്സ്. അപ്പൊ ഇതാണ് ആക്ച്വലി ഇതിന്റെ ലുക്ക് വരുന്നത്. അതെ. പിന്നെ അടുത്ത കളക്ഷൻ പോരട്ടെ ഇങ്ങോട്ട് വേഗം അജ്രക്ക് എപ്പോഴും ട്രെൻഡിങ് ആണ്. അതെ, കോട്ടണിലിട്ടോ പാച്ച് വർക്ക്. ഇത് സ്ലിറ്റിലും വരുന്നുണ്ട്. നമുക്ക് ഫ്രോക്കും ഉണ്ട് ഇതിന്റെ. ഫ്രോക്ക് എടുത്തേ. ഫ്രോക്ക് ഇത് അനാർക്കലി സ്റ്റൈലിലാണ്. ഇത് എലൈൻ സ്റ്റൈലാണ്. 2 സൈഡ് ഫ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഏത് മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് സ്ലീവ്ലെസ് എലൈൻ ആണ്. സ്ലീവ് അകത്തുണ്ട്. അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ സ്ലിറ്റും വരുന്നുണ്ട്. ഫുൾ സ്ലീവില് അല്ലേ? അതിന്റെ ടൈപ്പ് ആയിട്ട് വരുന്നത്. പ്ലെയിൻ കളർ ചാർട്ട്. ഇതൊക്കെ നമ്മളിപ്പൊ കാണിക്കുന്നത് ഇപ്പൊ നിലവിലുള്ളതാണ്. നാളെ ഇത് മാറുന്നിരിക്കും അടുത്ത ഐറ്റംസ്. നിന്റെ പേര് മറന്നു? എന്റെ പേര് മെറീന. ഇത് പാത്തു. ഇവളെ ഞാൻ മറക്കൂല. പാത്തു നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇറക്ക് വേഗം നമുക്ക് 2 പീസിലേക്ക് പോയാലോ? ഇനി 2 പീസ് കുർത്തീസിന്റെ സെക്ഷൻ പറയുമ്പോ ഈ കാണുന്ന ഫുൾ ഇതുണ്ട്. ഇനി ഫ്രണ്ടിലുണ്ട് കേട്ടോ, ഓണത്തിന്റെ ഉണ്ട്. ഈ കാണുന്നത് ഫുൾ കുർത്തീസിന്റെ സെക്ഷൻ. ആക്ച്വലി നമ്മൾ എല്ലാതും എടുത്ത് കാണിക്കുന്നില്ല. നമ്മുടെ വേറൊരു ഷോപ്പ് ഉണ്ടല്ലോ ഇനി അവിടെ. വേറൊരു ഷോപ്പ് അത് എവിടെയാടാ? അത് നമ്മുടെ ശർമ്മ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ്. അവിടെ നമ്മുടെ ഷോപ്പ് തന്നെ. അവിടെ ഉണ്ട് വെറൈറ്റീസ്. അവിടെ 3 നിലയുണ്ട്. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് വരാൻ വേണ്ടിട്ട് ഈ ഒരു ഇത് വെച്ചേക്കുന്നതാണ്. കൂടുതൽ അവിടെയാണ്. 2 പീസ് കാണിക്കുന്നേക്കാൾ മുന്നേ നമുക്ക് ഓണം കളക്ഷൻസ്. പിന്നെന്താ ഓണം കളക്ഷൻസ് ഇതാ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. പിന്നെ കുറെ ആൾക്കാർ ഇതാ മേടിച്ച് കൊണ്ടുപോയിട്ടുള്ള ബണ്ടലുകളാണ് ഇരിക്കുന്നത്. ബണ്ടൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും. കുറെ ആൾക്കാർ മേടിച്ച് തുടങ്ങി. ഇതൊക്കെ ഓണം കളക്ഷൻസ്. എന്നാ പിടിച്ചോ. ഇത് ടിഷ്യൂല് പാച്ച് വർക്ക് വരുന്നത്. ഇതിന്റെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് വേണമെന്ന് പറയാണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അതെ, പാച്ചുകളൊക്കെ ഡിഫറെന്റ് ആണ്. അതെ, ഇതിപ്പോ ടിഷ്യൂല് ഇതൊരു റോസ് ഗോൾഡ് ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇതിനൊക്കെ മെറ്റീരിയൽസും കിട്ടൂല? കിട്ടും. ഒക്കെ രണ്ടും കൂടി എന്ന് വെച്ചാൽ ചുടിദാറും കുർത്തീസും 2 പീസും 3 പീസും. ഇത് ഒരു വെറൈറ്റി. ഇത് ഓണം അല്ലാതെ നമുക്ക് പോകും. ത്രെഡ് വർക്ക് ടൈപ്പ് ആണ്. ഫുൾ ത്രെഡ് വർക്ക്. അത് സ്ലീവിലും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തത് ഓണത്തിന് ഇത് ബുട്ട സിൽക്ക്. ഇത് ആക്ച്വലി ഓണത്തിന് പറയുമ്പോ ടിഷ്യൂ ആണല്ലോ, അതുകൊണ്ടാണ് ഇത് കൂടെ വെറൈറ്റി വെച്ചേക്കുന്നതാണ്. അതെ, അത് ഓണത്തിന് കൂടെ അല്ല ടിഷ്യൂ. ഇതും ക്രീം ഷെയ്ഡ് ടൈപ്പ്. ഇത് ഹാൻഡ്ലൂം ടച്ച് ആണ് കേട്ടോ ഇത് വരുന്നത്. ഹാൻഡ്ലൂം ടച്ചിൽ ഇത് കാണുന്നത് വീവിംഗിലാണ് ഈ ഫുൾ വരുന്നത്. സ്ലീവ്ലെസ്സാ? ഇത് സ്ലീവ്ലെസ് അല്ല, സ്ലീവ് ഉള്ളത് എടുത്ത തെറ്റിയെടുത്തു. അതേനാ ഇത്
അപ്പൊ സ്ലീവിന് വേണോ അതേപോലെ സ്ലീവ്ലെസ്സിന് വേണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, അകത്തുണ്ട്, വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ആ ഓക്കെ. ഞാൻ ഇത് അവിടെ ബണ്ടില് കണ്ടുട്ടോ, നല്ല അടിപൊളി പീസാണ്. ഈ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക്, ഇങ്ങനെ ഒരു ഫുൾ മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് 3 പീസ് ആണിത്. ആ അപ്പൊ ഇത് പാന്റ് അതുപോലെ തന്നെ വിത്ത് ദുപ്പട്ട. ഇതിലപ്പോ കളേഴ്സ് ഉണ്ടാവില്ലല്ലോ? പിന്നെ ഒരുപാട് 4 കളേഴ്സ്, അടിപൊളി കളറുകളാട്ടോ. ഒക്കെ ഗ്രീൻ, മറൂൺ, ബ്ലൂ, പിന്നെ ഗ്രീൻ ഉണ്ടാവും. ആ വർക്ക് ചെയ്യണത് അത് നമുക്ക് തുറന്ന് കാണിക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, ഇതൊക്കെ തുറന്ന് കാണിക്കണം. ഇത് ഗ്രീൻ, ഇത് ഗ്രീൻ, ഗ്രീൻ, ബ്ലൂ, അതുപോലെ തന്നെ മറൂൺ ഷെയ്ഡാണ്. ഇത് പ്ലെയിനിലാണ് വന്നിരിക്കുന്നത്. എന്നാ ഇതിന്റെ തന്നെ ഇത് ഹക്കോബയില് മൊത്തം ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ കേട്ടോ. ആ അടിപൊളി ഷോളും ഫുൾ വർക്കോട് കൂടിയിട്ട് 3 പീസിന്റെ ഒരു കളക്ഷൻ. അപ്പൊ കുർത്തീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്. ഓണം കളക്ഷൻ 2 പീസ് ഇല്ലേ? 2 പീസ് ഉണ്ട് അപ്പുറത്ത്. ഓണം കളക്ഷന്റെ 2 പീസ് നമുക്ക് ഇത് സ്റ്റിച്ചിങ്ങിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ അത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കേണ്ടത് വെച്ചാൽ നമ്മള് കുറച്ച് നേരത്തെയാണ്. അതെ. ഓക്കെ. പിന്നെ ഇനി 2 പീസിലേക്ക് പോവാം. 2 പീസിലേക്ക് പോവാം. വരൂ. ഇതിപ്പോ റണ്ണിങ് മെറ്റീരിയൽസ് അല്ലേ? അതെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ബണ്ടല് ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ. ഓണത്തിന്റെ സെറ്റ് കാണുന്നത് മൊത്തം ഏതോ ഒരു കസ്റ്റമർ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഫുൾ ഇത് റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ. നമ്മുടെ ഓൺലൈൻ ടീമൊക്കെ ഒരു ഹായ് പറയോ? ജസ്റ്റ് ഒരു ഹായ്. എല്ലാരും ഇതേ ഇവിടെ ഉണ്ട്. ഒരു ചേട്ടൻ എന്താ ഇത്ര ഡിമാൻഡ്? ഇതേ ക്യാമറയിൽ നോക്കി ചിരിക്കണോ? ആ കുറച്ച് തിരക്കിലാണെന്ന് എല്ലാരും ഒരു ഹായ് പറയടാ. ഇത് റണ്ണിങ് മെറ്റീരിയൽസിന്റെ സെക്ഷനാണ്. നമുക്ക് ആദ്യം കുർത്തീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസിലേക്ക് കയറാം കേട്ടോ. ഇനി വത്തിക്കാൻ സിൽക്ക് 2 പീസ്. യെസ്, 2 പീസ്. ഇത് ടോപ്പ് വിത്ത് ബോട്ടം. പാന്റ് എടുക്ക്. പിടിച്ചു. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. ഇതിന്റെ യെല്ലോ ഷെയ്ഡ് വരും. ഇതിന്റെ യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്. ഇത് ഏതാ മെറ്റീരിയൽ ഇടാ? നല്ലത് ഇതാണ് വത്തിക്കാൻ സിൽക്ക്. അതല്ലേ ഞാൻ ഇട്ടിരിക്കുന്നത്. അതന്നെ. ഇത് ഇതിന് കുറെ പ്രിന്റ്സ് കിട്ടൂട്ടോ. ഒരുപാട് പ്രിന്റ് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ കളേഴ്സാ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് കാണിക്കാനുള്ളത് പോരട്ടെ. ഹാൻഡ് വർക്ക് ഉള്ള ഐറ്റം ആണ്. അത് 2 പീസ് അല്ലേ? ഇതും 2 പീസ് ആണ്. ബോട്ടം ഇത് നേരത്തെ നമ്മൾ കാണിച്ചത് സിംഗിൾ പീസ്. ഇതിന്റെയൊക്കെ നല്ല അടിപൊളി കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇത്രയും 4-5 ഷെയ്ഡ്സ് എന്തായാലും നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന മൊത്തം. അതുപോലെ ഇത് കാണുന്നത് ഇത് നമ്മൾ കണ്ട ഡെൽറ്റ പ്രിന്റിന്റെ തന്നെ ഫ്ലയർ 2 പീസ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഐറ്റം ആണ്. അതിന്റെ 2 പീസ് ആയത്. ഓക്കെ. സിംഗിൾ പീസ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് 2 പീസ് അവൈലബിൾ ആണ്. അതിന്റെ വൈറ്റ് ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഇതാണ് അതിന്റെ ഇതിന്റെ കളർ ചാർട്ടാണ് ഇത് വരിക. ഈ കാണുന്നത് കേട്ടോ. ഇതാണ് അല്ലാത്തുള്ളത്. ഇതിപ്പോ നമ്മൾ നേരത്തെ അവിടെ കണ്ട പ്രിന്റിന്റെ തന്നെ 2 പീസ് ആണ്. അതിന്റെ 2 പീസ്. പാന്റും കൂടി ഉണ്ട്. സിംഗിൾ പീസ് രണ്ട് രീതിയിലായിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഇത് ജസ്റ്റ് ഒരു അടുത്തേക്ക് വരുമ്പോ നമുക്ക് ഇവിടേക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി വേറൊരു ഷോപ്പ് കൂടി ഉണ്ട്. 3 ഫ്ലോർ മൊത്തം SPM കളക്ഷൻസ് ആണ് അവിടെ മൊത്തം ഇരിക്കുന്നത് കേട്ടോ. ഇതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കില്. ഇതും വേറൊരു മെറ്റീരിയൽ 2 പീസ് തന്നെ. ഫ്ലെയർ ടൈപ്പ് ആണ്. ഫ്ലെയർ ടൈപ്പ്. അപ്പൊ എ ലൈനിൽ വേണോ സ്ട്രേറ്റ് വേണോ അതൊക്കെ അതെ അതെ. ഇത് കിടക്കട്ടെ. പിന്നെ ഇനിയിപ്പോ ഇത്തിരി വണ്ണുള്ള ആൾക്കാർക്കൊക്കെ 2 പീസ് ആണോന്ന് തോന്നി അവർക്കും ഉണ്ട്. എന്നുവെച്ചാൽ പ്ലസ് സൈസ് എന്ന് പറയുമ്പോ എങ്ങനെ 46, 48, 50 ആണ് ലാസ്റ്റ് സൈസ്. അപ്പൊ പ്ലസ് സൈസ് കാര്യങ്ങളാ 2 പീസ് അവർക്കുള്ളതാണ് ഇരിക്കുന്നത്. ഈ സെക്ഷൻ മൊത്തം അവർക്കുള്ള. അപ്പൊ ഈ സെക്ഷൻ മൊത്തം പ്ലസ് സൈസ് കാര്യങ്ങളുള്ളതാണ് കേട്ടോ. അതെ. ഇനി ഇത് ഷെൽമി ചേച്ചിയുടെ ഇട്ടേക്കണതിന്റെ അടുത്ത ഷെയ്ഡാണിത്. വെറുതെ പറയല്ല കേട്ടോ. നല്ല അടിപൊളി, നല്ല സുഖം. ഇടാൻ നല്ല സുഖമുള്ള തുണിയാണ്. അതെ, നല്ല സുഖം, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ എന്തായാലും വാട്ടിക്കൻ സിൽക്ക് എന്ന് പറയുമ്പോ നല്ല അടിപൊളി മെറ്റീരിയൽ ഒക്കെ ആണ്. പോക്കറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഇട്ടത് തെറ്റിപ്പോയി മാത്രം. ചിക്കൻ തിരക്കിൽ ഇട്ടതേ ഇട്ടോണ്ട്. ഇത് കോട്ടന്റെ 2 പീസ് ആണ്. കോട്ടണില് റെഗുലർ വരുന്ന വെച്ചാൽ ഡെയിലി വെയർ കളക്ഷൻ 2 പീസിന്റെ സെറ്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇതും കോട്ടൺ. ഇത് എല്ലാത്തിനും ലൈനിങ് ഉണ്ടോ? എല്ലാം വിത്ത് ലൈനിങ് ആണ് നമ്മുടെ ഐറ്റം. എല്ലാം ലൈനിങ് ഉണ്ടോ? എല്ലാത്തിനും ലൈനിങ് ഉണ്ട്. കോട്ടണിലൊക്കെ ലൈനിങ്ങിന്റെ ആവശ്യമുണ്ടല്ലോ. എല്ലാത്തിനും ലൈനിങ് വേണം. എന്നാൽ എല്ലാത്തിനും ലൈനിങ് ഉണ്ട്. ഇവിടെ എന്താ മെറ്റീരിയൽ കിട്ടിയാലും എല്ലാത്തിനും ലൈനിങ് ഉണ്ട്. കോട്ടന്റെ എന്താണ് കാണിക്ക് തുറന്നു ഉഷാറാവ്. എന്താ ഉള്ളായേ? ഇതാ കിടക്കട്ടെ. 2 പീസിന്റെ കോട്ടന്റെ ജയ്പൂരി സ്റ്റൈലിൽ വരുന്നുണ്ട്. ഈ ഫ്ലീറ്റ് ഒക്കെ ഉണ്ടോ? നല്ല ഭംഗിയിൽ കിടക്കുന്നത്. നല്ലൊരു വി നെക്കിൽ ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ടിഷ്യൂ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലായിരിക്കും അതാണ് വെച്ചേക്കുന്നത്. ഇതിന്റെ വെറൈറ്റി ഒരു സാധനം ഉണ്ട്. കോളർ ഇത് ഫുൾ പ്രിന്റില് വേണമെങ്കിൽ പ്രിന്റില്. അതുപോലെ തന്നെ ഇതും വർക്കിലാണ് തോന്നുന്നു അല്ലേ?
വർക്കിലടാ വർക്കാണ്. ഇത് എംബ്രോയിഡറിയുടെ വർക്കാണ് ഈ കാണുന്നത്. അതുപോലെ ഈ കാണുന്നത് മൊത്തം പ്രിന്റിലാണ് വരുന്നത്. അപ്പൊ Printed tissue ആണ്. എംബ്രോയിഡറി വേണോ എന്ത് വേണമെങ്കിലും ഇത് സിംഗിൾ കുർത്തീസ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലുള്ള ഇഷ്ടം പല സ്റ്റോക്സ് ഉണ്ട്. പല കളേഴ്സ് അവൈലബിൾ ആണ്. ഫുൾ കാണുന്നത് അതിന്റെ ഡിഫറെന്റ് കളേഴ്സാണ് വരുന്നത് കേട്ടോ. പിന്നെ കോട്ടൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റം അല്ലേ? 2 പീസില് അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് ആക്ച്വലി കോഡ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, 2 പീസ് എന്നും വേണമെങ്കിൽ പറയാം. ഇപ്പൊ കോഡ് സെറ്റ് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു കോഡ് സെറ്റ് മോഡലാണ്. പണ്ട് കുർത്തി എന്ന് പറയും, ഇപ്പൊ അത് കോഡ് സെറ്റ് ആയി. ഇത് ആക്ച്വലി കോഡ് സെറ്റ് അല്ല, 2 പീസ് എന്ന് തന്നെ പറയാം. കാരണം ഇത് പ്ലെയിൻ ആണ് അടിയിൽ വന്നിരിക്കുന്നത്. ഇതിപ്പോ സെയിം ടോൺ വരുമ്പോഴാണ് അതില് കോഡ് സെറ്റ് വരുന്നത്. ഇത് കോട്ടയിൽ ഒരു വെറൈറ്റി ആട്ടോ. നെറ്റ് കോട്ടയില് ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡില് ഇതിന്റെ കളർ ചാർട്ട് കണ്ടോ? കളർ ചാർട്ടാണ് ഇത്. ഇത്രയും നല്ല യെല്ലോ തന്നെയല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്? അല്ല യെല്ലോ നല്ല കളർ അല്ലേ? എല്ലാം അടിപൊളിയാ. അതായത് ഈ കളറിന് എന്താ മോശം? അത് നല്ല അടിപൊളി കളർ അല്ലേ? അതോ കാണിക്ക് പിടിച്ച് പാന്റ് അടിപൊളി കേട്ടാ. ഇപ്പൊ ഇതാണ് കോട്ടൺ മെറ്റീരിയൽ. ഇനി എവിടെയാ നിങ്ങളുടെ ഐറ്റംസ് ഇരിക്കുന്നത്? പിന്നെ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ റണ്ണിങ്. ഇപ്പൊ നിങ്ങളുടെ കുറച്ച് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുള്ളൂ. നമുക്കൊരു ഷോപ്പും കൂടെ അവിടെ ഉണ്ട്. അവിടെയാണ് കൂടുതൽ ഐറ്റംസ്. അപ്പൊ ഇങ്ങോട്ട് വരുന്നവരെ നിങ്ങൾ കൊണ്ടുപോകും? നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം ബണ്ടിൽ പൊട്ടിക്കുന്നതും ഭൂരിപക്ഷം അവിടെ ആയിരിക്കും. ഓക്കെ, അവിടുന്നാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ആക്കുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ എവിടെയാ? നമ്മുടെ ശർമ്മ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടേക്ക് തന്നെ വന്നാൽ മതി. ഇത് നമ്മൾ കൊണ്ടുപോകും. ഇതന്നെ ഗോപാലപ്രഭു റോഡിലാണ്, എറണാകുളത്ത് ഗോപാലപ്രഭു റോഡ്. ഈ ജംഗ്ഷൻ എന്താ പറയാ? GP റോഡ് അല്ലേ ഇത്? അല്ല, GP റോഡ്. GP റോഡ് ഇതിനൊരു ഈ സൈഡ് ഫ്ലവർ മലബാർ ഹൗസ് ഹോട്ടൽ പറഞ്ഞാലും മതിയല്ലോ. അതായാലും മതി. മലബാർ ഹൗസ് എന്ന് വെച്ചാൽ ഇവരെ പണ്ടത്തെ SPM അതുപോലെ തന്നെ ജ്യോതി ആ ബിൽഡിങ്ങിന് വന്ന് ചോദിച്ചാലും മതി. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ ബിൽഡിംഗ്. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അത് മൊത്തം ഇതായി വേണ്ടെന്ന് വെച്ചു. അവിടെ ജ്യോതി ഉണ്ട്. അവിടെ ജ്യോതി ഇപ്പോഴും ഉണ്ട്. ഇവിടെയുണ്ട് ജ്യോതി, ഇവിടെയുണ്ട് SPM എല്ലാം അവിടെയുണ്ട്. ഇത് കോട്ടണിൽ ഇതിന്റെ കളർ ചാർട്ടാണ് ഇതൊക്കെ. ഈ കാണുന്നത് ഇതിന്റെ കളർ ചാർട്ടുകൾ അല്ലേ? ഇങ്ങനെ. അപ്പൊ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇനി ബാക്കി കളക്ഷൻസ് കാണണമെങ്കിൽ നേരിട്ട് വരാം. ഇനി നമുക്ക് ഈ കാണുന്ന മൊത്തം മെറ്റീരിയൽസ് ആണ്, റണ്ണിങ് മെറ്റീരിയൽസ്. ഈ റണ്ണിങ് മെറ്റീരിയൽസ് ഇവിടുത്തെ മാത്രമല്ല, മോളിലും റണ്ണിങ് മെറ്റീരിയൽ ഒരു ഫ്ലോർ മൊത്തം തന്നെയാണ്. ആ മെറ്റീരിയൽസ് ഉണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്, ഷോളുകൾ ഉണ്ട്, സാരീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് നോക്കിയാൽ ഈ കാണുന്നൊക്കെ സാരീസാ. ഈ കാണുന്ന സാരീസ് അതും യൂണിഫോം സാരീസ് ആണ് കേട്ടോ. എത്ര ബൾക്ക് വേണേലും കിട്ടുന്നു അല്ലെ? ഒരുപാട് ഇതുണ്ട്, ഡിസൈൻ ചേഞ്ച് ഒക്കെ ഉണ്ട്. ഇത് കാണുന്നത് മൊത്തം നമുക്ക് സാരീസ് ആണ്, യൂണിഫോം സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. അതുപോലെ ഈ കാണുന്നത് മൊത്തം ഷോൾസ് ആണ്, അത് റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ്. അൺസ്റ്റിച്ചഡ് 3 പീസസ് ആട്ടാ. 3 പീസ് ആണ് ഇതെല്ലാം. ഈ കാണുന്നത് 3 പീസ് ആണ്. റാക്ക് തെറ്റിദ്ധരിക്കേണ്ട, ഇന്നലെ പോയതാണ് ബൾക്കായിട്ട്. ഇന്നലെ രാത്രി വേറെ കയറ്റി, അതും പോയതാണ്. ഇന്നലെ രാത്രി വേറെ കയറ്റും. അപ്പൊ അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക, ഇറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ വെറൈറ്റിയും കൂടെ ഇറക്കിയിട്ടുണ്ട്, മറ്റേ ആൺകുട്ടികളുടെ ഷർട്ടും ധോത്തിയും. അതിപ്പോ ഈ ഓണം സീസൺ ആയതുകൊണ്ടാണ് പട്ടുപാടയും ബ്ലൗസ് സെറ്റും. അതിപ്പോ ഈ ഓണം സീസൺ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു കളക്ഷൻസ് ഇവിടെ കാണൂല. ഇത് വരുന്നത് ടോപ്പ്. അതുപോലെ ഇതിന്റെ ടോപ്പ് ഇത് കാണിച്ചോടാ. പാത്തു നീ എന്താ നിക്കണേ? വെറൈറ്റി ആണ്, ഷർട്ടും ധോത്തിയാണ് ഇത്. അതന്നെ. ഇത് ഓണത്തിന് വേണ്ടി മാത്രം. ഓണം കഴിഞ്ഞത് കിട്ടൂല ചിലപ്പോ തീരും തന്നെയല്ല. നമ്മളിങ്ങനെ കുട്ടികളുടെ വെക്കാറില്ല. 10 വയസ്സ് വരെ കിട്ടും കേട്ടോ. രണ്ടും 10 വയസ്സ് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവൈലബിൾ ആട്ടോ. അപ്പൊ ഇതിന്റെ കളക്ഷൻസ് ഇത് മൊത്തം ഇരിക്കുന്നുണ്ട്. ഏതൊക്കെ കാണിക്കും എന്തൊക്കെ കാണിക്കുന്നല്ലേ? ഇത് ബ്ലൂല്. നേരത്തെ കാണിച്ച കളർ ഏതായിരുന്നു? ഗ്രീൻ ആയിരുന്നു. ബ്ലൂല് ഇതെന്താ? ഇതൊക്കെ അതിന്റെ എല്ലാം വെറൈറ്റികളാണ്. ഇങ്ങനെ പാക്കിംഗ്. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അടിപൊളിയായിരിക്കും. ഗിഫ്റ്റ് കൊടുക്കാൻ അടിപൊളിയാണ്. അടിപൊളി ഷെയ്ഡുകളാണ്. എന്ത് കളർ റെയിൻബോ. ഇനി നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് പോയാലോ? അപ്പൊ മുകളിലും അതുപോലെ അടിയിലുമായിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. റണ്ണിങ് മെറ്റീരിയൽസ് പിന്നെ കാണിച്ചു തരാം. ഈ ടൈപ്പുകള് പ്രിന്റഡ് ടിഷ്യൂ ആണ് ഏറ്റവും അറ്റത്തിരിക്കണേ. അപ്പൊ ഇവിടുന്ന് റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് തുടങ്ങി മുകളിലും ഉണ്ട്. അതുപോലെ ഈ കാണുന്നത് മൊത്തം ഓണത്തിന്റെ. എല്ലാം ഓണത്തിന്റെ ആണ്. നമുക്ക് എടുക്കുമ്പോ ആ ഒരു റോള് ഫുൾ എടുക്കണം, അത്രേ ഉള്ളൂ. എടുക്കണം നിർബന്ധമാണ്. കുറച്ച് കളക്ഷൻസ് കാണിച്ചു പോവാട്ടോ. ഇത് എന്തൊക്കെ വെറൈറ്റീസ്. ഇപ്പൊ ഇത് കാണുന്നത് ടിഷ്യൂലാണ്. പ്രിന്റഡ് ടിഷ്യൂസ് ആണ്. ഇതും ആ ടൈപ്പിൽ തന്നെ പെട്ടത്. ഇത് ജോർജറ്റ് ഉണ്ട് ഇതില്, ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇത് ഫുള്ള് നമുക്ക് ബനാറസി സ്റ്റൈലിൽ എല്ലാതും മിക്സ് ആണ് വരുന്നത്. ഇത് ഫർബദരി സിൽക്ക് ടൈപ്പിലാണ്. ഇതെല്ലാം ഇതിന്റെ വെറൈറ്റികളാണ്. ഇതിപ്പോ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ധാവണിയിലേക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്രെൻഡ്. പിന്നെ ഇത് അക്കോബ് ഇരിക്കുന്നുണ്ട്. അടുത്തേക്ക് വന്നാൽ ഇതിന്റെ പെട്ടെന്ന് ഓടിച്ച് കാണിക്കണം കേട്ടോ നമ്മള്. ഡിജിറ്റൽ പ്രിന്റ്. ഈ കാണുന്നത് മൊത്തം ഇവിടെ നിന്ന് അങ്ങോട്ട് അറ്റം വരെ നെറ്റാണ്.
നെറ്റില് തന്നെ അതിൽ കുറച്ച് ഹെവി വർക്ക് ഉണ്ട്. അടുപ്പിച്ച് കാണിച്ചു. ഇത് ഹെവി നെറ്റ് വർക്ക് എന്നുവെച്ചാൽ നെറ്റിൽ തന്നെ നമുക്ക് കുറച്ച് മെയിൻ ഫാബ്രിക്സ് ആണ് അതിൽ ഫുള്ള് വെൽവെറ്റ് ആണ് വർക്ക് ഉള്ളത്. ഇത് കാണുന്നത് വെൽവെറ്റ് ആണ്. ഈ അടിയിലത്തെ കാണുന്നത് നെറ്റിൽ കുറച്ച് ഹെവി വർക്ക് ആയിട്ട് വരുന്നത്. ഇതും നെറ്റ് തന്നെയാണ്. അതെല്ലാം നെറ്റാണ്. നെറ്റില് പക്ഷെ കുറച്ചുകൂടി ഷൈനിങ് കൂടുതലുണ്ട്. അതെ ഗൗണിനൊക്കെ പറ്റിയ പോലത്തെ മെറ്റീരിയൽസ് ആണ്. ഇതും കാണുന്നത് നെറ്റില് തന്നെയാണ്. നെറ്റില് ഫുൾ ഇങ്ങനെ ചിലതിലൊക്കെ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ആ അറ്റം വരെ കാണുന്നത് ഇതെല്ലാം കോട്ടൺ ആണ്. ഇത് ഫുള്ള് കോട്ടൺ എന്ന് പറയുമ്പോ അതില് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട അങ്ങനെയും കൂടിയാണോ അല്ലെങ്കിൽ ടോപ്പിന് മാത്രം? ഈ കാണുന്നത് മൊത്തം ടോപ്പിനുള്ളത്. അപ്പൊ റാക്കിന്റെ കാര്യം നോക്കണ്ട, നർവ് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ ഡയബിൾ അങ്ങനത്തെ സംഭവമൊക്കെ കണ്ടില്ലേ, ആ ഒരു സംഭവമാണ് ഇത്. നല്ല മെറ്റീരിയൽ അല്ലേ, വെറൈറ്റിയാ. സാരിക്കൊക്കെ എടുക്കാൻ ടൈപ്പ്. സാരിക്കായാലും ദുപ്പട്ടയ്ക്ക് നല്ലതാ, ധാവണിക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഡൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണോ? എന്താ സംഭവം? ഇത് ഡൈ ചെയ്യാൻ പറ്റിയതായിരിക്കാം. ഡൈ ചെയ്യണതും ചെയ്യാത്തതായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, വൈറ്റ് ഇപ്പൊ ഇത്തിരി കൂടുതൽ ഇപ്പൊ നമ്മുടെ സീസൺ സമയം ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഫുൾ കാണുന്നത്. ഓണത്തിന്റെ കളക്ഷൻസ് ഇരിക്കണത് മൊത്തം. ഇനിയിപ്പോ അതല്ല നമുക്ക് ദുപ്പട്ടാസൻ വേണമെങ്കിൽ ദുപ്പട്ടാസൻ ഇത് ഓണത്തിന്റെ അപ്പുറത്ത് ഇരിക്കുന്ന ആ ഒരു കാണുന്നത് എന്നുവെച്ചാൽ മൊത്തം നോക്കണെങ്കിൽ തിരക്കൊന്നും കാണിച്ചു കൊടുത്തത്. തിരക്ക് ഇപ്പോഴും ഈ രാത്രി ആയിട്ടും തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം ഇപ്പൊ ഒരു 7:30 ആ സമയം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റമർ ഉണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ആണ് അല്ലെ. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ താഴത്തെ പോലെ ആ സെയിം ഏരിയ തന്നെയാണ്. ഈ അറ്റം വരെ കാണുന്നത് മൊത്തം നമുക്ക് ഇത് ഇവിടെ എന്തായിട്ടിരിക്കണേ, നമ്മളെ ഇങ്ങനെ കാണുമ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ജ്യോതിരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? രേഖ ചേച്ചി. ചേച്ചിന്ന് വിളിക്കണ രേഖ. നിങ്ങളൊക്കെ കാണിക്കുക. അപ്പൊ നമുക്ക് എവിടെന്നാ തുടങ്ങണ്ടേ? ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഷോളിന്റെ സെക്ഷൻ ആണ്. ഇതാകുമ്പോഴേക്കും നമുക്ക് നൈറ്റി ഷോൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ ചുരിദാറിന്റെ ഷോൾ സെറ്റുകളാണ്. അപ്പൊ നമുക്കത് ഷിഫോൺ ഉണ്ട്, നെറ്റ് ഉണ്ട്. ഈ ഐറ്റം എല്ലാം തന്നെ ഷോളുകളാണ് കേട്ടോ. ഫുൾ ഷോളിന്റെ സെക്ഷൻ ആണ്. താഴത്തും കണ്ട് ഇവിടെയും ഉണ്ട് അല്ലെ? ഇവിടെയും ഉണ്ട്. താഴത്തെന്ന് പറഞ്ഞാല് നമുക്ക് കേരള സെറ്റിന്റെ ഐറ്റംസ് സ്പെഷ്യൽ ചെയ്ത് വെച്ചേക്കുന്നതിനോടെ. പിന്നെ ഇത് ഗഡ്വാൾ ഷോളുകൾ, ഇതെല്ലാം നമ്മുടെ ചുരിദാറിന്റെ ഷോളുകളാണ്. വെറൈറ്റി ഐറ്റംസ് ആണ്. ഗഡ്വാൾ ഷോളും പിന്നെ ഇതാകുമ്പോഴത്തേക്കും ബെദരിയില് വർക്ക് വരുന്ന ഷോളുകളാണ്. ഒരു മിനിറ്റ് കാണിക്കട്ടെ, ദൂരത്തെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നോക്കാം. ഇതാകുമ്പോഴത്തേക്കും ബെദരിയില് വർക്ക് വരുന്ന ഷോളുകളാണ് കേട്ടോ. ഓക്കെ. ഇതാകുമ്പോഴത്തേക്കും ഗഡ്വാൾ ഷോളിന്റെ തന്നെ ഇത്തിരി കൂടി വെറൈറ്റി സ്വീക്വൻസ് വെച്ച ഐറ്റംസ് ആണ്. മറ്റത് വർക്ക് മാത്രം വരുന്നതാണ്. ഇതിപ്പോ കാണിക്കുമ്പോഴേ നമുക്ക് എത്ര പീസ് ആയിട്ട് എടുക്കണം, എങ്ങനെ എടുക്കണം ഒന്ന് ഒരു ഐഡിയ തന്ന വരെ. അല്ല, ഇത് എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ ആണല്ലോ. അപ്പൊ ഇതിൽ ഒരു ഐറ്റം തന്നെ ഒറ്റ കളർ തന്നെ 10 പീസാണ് വരുന്നത്. അപ്പൊ നമുക്കിത് മിനിമം ഒരു ഐറ്റത്തിൽ നിന്ന് 10 പീസ് എടുക്കണം. അപ്പൊ 10 കളർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോൾസെയിൽ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം അതിന്റെ കളേഴ്സുകളാണ്. ഇതും അത് തന്നെ അതിന്റേതായ വർക്ക് മാത്രം വരുന്നതാണ്. ഇതാകുമ്പോഴത്തേക്കും സീക്വൻസ് കൂടി വരുന്നുണ്ട്. എല്ലാ ഐറ്റംസ് ഇതുപോലെ തന്നെയാണ്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കപ്പെടും. ഓരോ പീസിൽ 10 പീസ് ഉണ്ടാവും ഒറ്റ കളർ. അപ്പൊ 10 കളർ ഉണ്ടെങ്കിൽ 10 പീസ് ആയിട്ട് 10 കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ കൊടുക്കും. ഇതാകുമ്പോഴത്തേക്കും സോഫ്റ്റ് കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ഐറ്റം ആണ്. പ്ലെയിനിൽ വരുന്നുണ്ടോ? പ്ലെയിനിൽ വരുന്നുണ്ട്. അത് പ്രിന്റ് ആണ്. പിന്നെ ഇതാകുമ്പോഴത്തേക്കും ഷിഫോൺ ബുട്ട എന്ന് പറയും. അതായത് ഷിഫോണിൽ ഇങ്ങനെ ബുട്ടസ് വരുന്നുണ്ട്. ചെറിയ ബുട്ടസ് വരുന്നുണ്ട്. അതാണ്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് മഫ്ത ഷോൾ എന്ന് പറയും. അതാകുമ്പോഴത്തേക്കും സീക്വൻസ് വരുന്നുണ്ട്, പ്രിന്റഡ് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നമ്മൾ ചെറിയൊരു സ്റ്റോക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ, സാമ്പിൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി കളേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഇതാകുമ്പോഴത്തേക്കും വർക്ക് വരുന്ന സ്വീക്വൻസ് വിത്ത് വർക്ക് വരുന്ന ഷോളുകളാണ് ഇതെല്ലാം. ഏകദേശം മെറ്റീരിയൽ മിക്കതും തന്നെ നമുക്ക് ഗഡ്വാളിന്റെ, അതായത് കോട്ടൺ മിക്സ് സിൽക്ക് വരുന്ന മിക്സ് ഐറ്റങ്ങളാണ് എല്ലാം വരുന്നത്. പിന്നെ ഇതാകുമ്പോഴത്തേക്കും ഹെവി വർക്ക് വരുന്നതാണ്. ഇതാകുമ്പോഴത്തേക്കും ചുങ്കുടി മോഡല് വരുന്നതാണ്. അപ്പൊ ഷോളിന്റെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇതും ഇതെല്ലാം ദുപ്പട്ടാസ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു 2 പീസ് ഇവിടെ തുറന്നു വെച്ചത് കാണിക്കാൻ വേണമെങ്കിൽ ഇതും ദുപ്പട്ടാസ് ആണ് കേട്ടോ. ഡിജിറ്റൽ പ്രിന്റ് ഇതൊക്കെ അഫ്ഗാനി സ്വീക്വൻസ് വെച്ച്
വർക്ക് വന്നത് ഫുൾ ഒറിജിനൽ മിററിൽ വരുന്നത്. ഇതൊക്കെ ദുപ്പട്ടാസ് ഇതെല്ലാം ദുപ്പട്ടാസ് തന്നെ. ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കണം എന്നില്ലല്ലോ. ഇല്ല, ഇതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മിക്സ് ചെയ്ത് തരും. എല്ലാ കളറും മിക്സ് ചെയ്ത് തരും. പിന്നെ ഇതിൽ ഓർഗൻസ വരുന്നുണ്ട്. ഇതിൽ ഓർഗൻസ ഹെവി വർക്കായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ കളേഴ്സ് ആണ് ഇതെല്ലാം. ആക്ച്വലി അപ്പൊ ചെറിയ റേറ്റ് തൊട്ട് വലിയ റേറ്റ് പ്രീമിയം അങ്ങനത്തെ ഒക്കെ ഉണ്ട്. എല്ലാ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പാകിസ്ഥാനി ഷോള്. അതിപ്പോ റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെയാണ്. അതൊരു ട്രെൻഡ് ആയിരുന്നു, കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ ട്രെൻഡ്. ഇപ്പോഴും ഉണ്ട്, നമുക്ക് റെഗുലർ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെയാണ്. ഇതും ഒരു ഓർഗൻസിൽ വരുന്നതാണ്. സ്വീക്കൻസ് വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഇത് ഷിഫോണിൽ വർക്ക് വരുന്നതാണ്. ഇത് ഓർഗൻസിയാണ് കേട്ടോ. ഓർഗൻസിൽ ഇതിൽ കളേഴ്സ് വരുന്നുണ്ട്. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇതിന്റെ കളേഴ്സ് ആണ് ഇരിക്കുന്നതെല്ലാം. ഇരിക്കുന്നതെല്ലാം ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. അപ്പൊ കളേഴ്സുകൾ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി ഇതും ദുപ്പട്ടാസ് ആണ് ഇവിടെ കാണുന്നതും. ഇതാകുമ്പോഴത്തേക്കും കോട്ടൺ പ്രിന്റഡ് വരുന്ന ദുപ്പട്ടാസ് ആണ്. പിന്നെ നമ്മുടെ ഇപ്പൊ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽ ആണ്. അങ്ങനെ ഇതെല്ലാം വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വീക്കൻസ് വരുന്നുണ്ട്. സിൽവറും ഗോൾഡൻ ഒക്കെ ആയിട്ട് കേരള സാരിക്കൊക്കെ പോകാൻ പറ്റുന്നല്ലാണ്ട് അതിന്റെ തന്നെ പ്ലെയിനും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ തന്നെ പ്രിന്റഡ് വരുന്നുണ്ട്. പിന്നെ അതെ ഹെവി വർക്കായിട്ട് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഐറ്റം വരുന്നുണ്ട്. കാലിയായതൊന്നും നോക്കണ്ട, കാരണം ലോഡ് കയറ്റാനുള്ളതാണ്. നിറച്ച് ലോഡ് കയറ്റാനുണ്ട്. ഇത് വരുന്നത് ടിഷ്യൂല് പ്രിന്റഡ് ആണ് കേട്ടോ. ബ്ലൗസ് പീസ് തന്നെയാണ്. ഇതൊക്കെ ബ്ലൗസ് പീസ് ആകുമ്പോഴത്തേക്ക് എല്ലാം 36 വിത്ത് ആയിരിക്കും ബ്ലൗസ് പീസ്. ഇതും അതിന്റെ തന്നെ ടിഷ്യൂന്റെ പ്ലെയിനുകളാണ്. ലൈറ്റ് ആൻഡ് ഡാർക്ക് ചാർട്ടാണ് കേട്ടെല്ലാം. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണെങ്കിൽ ഇതെല്ലാം നമുക്ക് നൈറ്റി ബിറ്റുകളാണ് കേട്ടോ. നൈറ്റി ബിറ്റ് ഇറക്കി തുടങ്ങിയ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പോഴാണ് നൈറ്റി ബിറ്റ് വന്നിരിക്കുന്നത്. ഇത് എത്ര ഇത് വരുന്നത്? 3 മീറ്റർ. 3 മീറ്ററിന്റെ കട്ടിംഗ് ആണ് വരുന്നത്. ഇതൊരു സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കണം. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കെട്ടായിട്ട് ഒരു ബണ്ടിലായിട്ട് ഈ കാണുന്നത് ഇത് ഫുള്ളി ഈ ഒരു കെട്ട് അങ്ങനെ തന്നെ എടുക്കണം. അതായത് 5 കളേഴ്സ് ഉണ്ടാവും. 5 കളറിൽ ഒരു കളർ 6 പീസ് വെച്ച് ടോട്ടൽ 30 പീസ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ നൈറ്റി പീസ് തന്നെയാണ്. ഓപ്പൺ ചെയ്ത് വെച്ചത് ഇതല്ലേ? അല്ലല്ല, ഇതെന്താ സംഭവം? അത് അതുപോലെ തന്നെയാണ് നൈറ്റി ഷോൾ എന്ന് പറയും. ചുങ്കുടി ഷോൾ ആണ് കേട്ടോ. നൈറ്റി ഷോൾ എന്ന് പറയില്ലേ, നൈറ്റിയുടെ കൂടെ യൂസ് ചെയ്യുന്ന ഷോളില്ലേ, അതാണ് ചുങ്കുടി ഷോള്. അതെ, വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാം. അതെ, അതാണിത്. അതിന്റെ അത് പിന്നെ അത്ര വീതി വേണ്ടല്ലോ നമുക്ക്. ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആണെങ്കിൽ ഇത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയുന്നത് ബനിയാൻ ടൈപ്പ് ആണ് കേട്ടത്. അല്ലാതെ സ്റ്റിച്ചിട്ട് നമുക്ക് താഴ്ത്തുണ്ടായിരുന്നു, കാണിച്ചായിരുന്നു. ഇതാകുമ്പോഴത്തേക്കും ബനിയാൻ ടൈപ്പ് ആണ്. അതില് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഫ് സ്ലീവ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഓർഗൻസ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ. പഫ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ ഫ്രീ സൈസ് ആണ്. ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ എക്സലും ഉണ്ട്, ഡബിൾ എക്സലും ഉണ്ട്. ആ സൈസിലാണ് വരുന്നത്. അത് അത്യാവശ്യം ഒരു 40 വരെ സൈസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതെല്ലാം അതിന്റെ തന്നെ പ്ലെയിൻ ആണ്. ഇതൊക്കെ നൈറ്റി പീസ് ആണ്. പിന്നെ ഇത് നമ്മുടെ കോട്ടൺ സിൽക്ക്, ഹെവി കോട്ടൺ സിൽക്ക് ബ്ലൗസ് പീസുകളാണ് കേട്ടോ. നമുക്ക് ഓണത്തിനൊക്കെ എല്ലാത്തിനും പോകാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അത്. പിന്നെ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് സാരി ഫോൾ ആണ്. പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ആവാത്ത കാരണം കുറക്കെ നമ്മൾ അറേഞ്ച് ചെയ്യലും. അല്ല, ഇതൊക്കെ ഇന്നലെ ഇപ്പൊ കാലിയായതാ. കാലിയായതാ. പിന്നെ ഇതിപ്പോ നമുക്ക് ഒരു ഐറ്റം മാത്രമാണ് സാരീസിൽ കയറ്റിയിരിക്കുന്നത്. അത് യൂണിഫോം സാരി ആയിട്ട് മാത്രം കൊടുക്കാൻ വേണ്ടി വിചിത്രയിൽ വരുന്നതാ. യൂണിഫോം സാരി ആകുമ്പോഴത്തേക്ക് ഒത്തിരി ക്വാണ്ടിറ്റി വേണമല്ലോ. അപ്പൊ ഒറ്റ ഐറ്റം ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നേക്കണേ. അങ്ങനെ ഒരു ഒറ്റ ക്വാണ്ടിറ്റിയിൽ ഒരാള് തന്നെ കൊണ്ടുപോയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഈ കാണുന്നത് മൊത്തം നൈറ്റി ബിറ്റിന്റെ കളക്ഷൻ. അതും ഫുൾ ഡിഫറെന്റ് പ്രിന്റിൽ വരുന്നുണ്ട്. വലിയ പ്രിന്റ്, ചെറിയ പ്രിന്റ്, കോട്ടണില്, കോട്ടൺ റയോൺ, പോളിക്കോട്ടൺ, അങ്ങനെ എല്ലാ തരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് കാണുന്നത് പ്ലെയിൻ പോപ്ലിൻ, നമ്മൾ ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുന്ന മെറ്റീരിയലാണ്. അണ്ടർസ്കർട്ട് സ്റ്റിച്ച്. അതെ. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ ചോയ്സസ് ആണ്. ഇതെല്ലാം അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇതൊക്കെ അത് തന്നെയാണ്. ഈ കാണുന്നത് എല്ലാം പോപ്ലിൻ തന്നെയാണ് കേട്ടോ. വെറൈറ്റി കളേഴ്സ്. അതെ. ഓക്കെ. പിന്നെ ഈ താഴെ ഇരിക്കുന്നതും അത് തന്നെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൗസ് പീസ് ആണ്. ബ്രൊക്കേഡിന്റെ ബ്ലൗസ് പീസസ് ആണ് ഇതെല്ലാം. അതിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ സിൽവർ വേണ്ടവർക്ക് സിൽവർ ആകാം. ബ്ലാക്കിൽ സിൽവർ ഉണ്ട്. പിന്നെ കളേഴ്സിൽ സിൽവറും ഗോൾഡും പ്രിന്റ് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഡിസൈൻസും ഉണ്ട്. പിന്നെ ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നമുക്ക് ഓണത്തിന് പോകാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് വരുന്നതൊക്കെ. അതില് എല്ലാ തരം ബ്രാൻഡഡും ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അതന്നെ, ഇതെല്ലാം അത് തന്നെ കേട്ടോ. ബ്രൊക്കേഡ്. പിന്നെ ഈ കാണുന്നത് മൊത്തം അതന്നെ. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും സിൽക്കി ബ്രൊക്കേഡ് വരും. ഇതൊക്കെ ഓണത്തിന് പറ്റുന്ന
ഐറ്റംസ് ആണ്. പക്ഷെ ഇത് ഓണം മാത്രം ഫോക്കസ് ചെയ്യണില്ല, നമ്മള് ഓണം കഴിഞ്ഞാലും എല്ലാ റെഗുലർ ആയിട്ട് പോകുന്ന ഐറ്റം അതാ ഞാൻ ടൈമില്. അതെ, ഈ ടൈമിൽ എന്ന് പറഞ്ഞാല് ഇത് ഡിമാൻഡ് കൂടുതലാ. ഇത് തന്നെ അതിന്റെ തന്നെ പ്ലെയിനുകളാണ് കേട്ടോ, പ്ലെയിൻ ബ്ലൗസ് പീസുകളാണ്. പ്ലെയിനിൽ വരുന്നുണ്ട്, അതുപോലെ ബോർഡർ വരുന്നുണ്ട് ഇതില്, ഇങ്ങനെ ബ്രോക്കേഡിൽ വരുന്നുണ്ട്, വന്നിട്ട് ഇവിടെ ബോർഡറും വരുന്നുണ്ട് കേട്ടോ, ബോർഡർ കസവായിട്ട് വരുന്നുണ്ട്. അത് ബ്ലൗസ് പീസിൽ ഇതൊക്കെ കാണുന്നത് മൊത്തം ഈ ബ്ലൗസ് പീസസിന്റെ ഒക്കെ മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഔഷൻ സെറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഫുൾ കാണുന്നത്. ഇതും അതൊക്കെ നമുക്ക് ബ്ലൗസ് പീസ് 2x2 ആണ് 2x2 മെയിൻ ഫാബ്രിക്. 2x1 ഉണ്ട് 2x1 ലൈനിങ് ഇല്ല നമുക്ക് ലൈനും ഉണ്ട്, പക്ഷെ 2x1 അല്ല, അല്ലാത്തൊരു ഐറ്റം ഉള്ളൂ. A Star എന്ന് പറയുന്ന കമ്പനിയുടെ ഐറ്റം ആണ് നമുക്കുള്ളത്. പിന്നെ ഉണ്ട്, പിന്നെ ക്രേപ്പ് ഉണ്ട് ലൈനിങ്, പിന്നെ സാറ്റിൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ എന്താ? ഇതൊക്കെ നമ്മൾ ആദ്യം കാണിച്ചില്ലേ, പോപ്ലിൻ തന്നെയാണ് നമുക്ക് 2x2 ബ്ലൗസ് പീസ് കളേഴ്സ്. അപ്പൊ ഇതില് നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട്. ഈ റോൾ അപ്പൊ എത്ര ഇത് വരും? 24 മീറ്ററിന്റെ റോളാണ് വരുന്നത് എല്ലാം. ഈ റോള് വരുന്നത് 24ന്റെ അല്ല, ഇത് സോറി, ഇത് ബ്ലൗസ് പീസ് ആണ് 2x2 ആണ്. 2x2 ഇത് 24 മീറ്ററിന്റെ റോളാണ്, പോപ്ലിനിലാണ് വരുന്നത്. അതെ, പിന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ട്, എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ എല്ലാ കളേഴ്സ് എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഈ ഫ്ലോറിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ പ്ലെയിൻ ഫാബ്രിക്സ് അങ്ങനത്തെ ബ്രോക്കേഡ് ഒക്കെ ആണ്. ഇതിൽ വരുന്നത് നമുക്ക് സാറ്റിൻ ഉണ്ട്. സാറ്റിൻ 2 വെറൈറ്റി ആണ്, ഗൗൺ സാറ്റിൻ എന്ന് പറയും. അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ അതിന്റെ തന്നെ. ഇത് ഫുൾ സാറ്റിനിൽ ഇരിക്കുന്നത്. അതിൽ 2 ടൈപ്പ് ഉണ്ടാവില്ല, ഒരെണ്ണം കൂടിയതും കുറഞ്ഞതും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് A Star എന്ന് പറഞ്ഞ ലൈനിങ് ആണ്. ലൈനിങ് നമുക്ക് 2 ഐറ്റം ഉണ്ട്. ഒന്നിപ്പോ നമ്മൾ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല, അപ്പുറത്തെ കോടല്ല നമ്മൾ സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുന്നില്ല. അതിന്റെ കളേഴ്സുകളാണ് കേട്ടോ. ഒത്തിരി കളേഴ്സ് ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇവിടെ ഇരിക്കുന്ന സംഭവം ഇതൊക്കെ എന്താ വിചിത്രയാ? ഇതൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് വിചിത്രയാണ്. പിന്നെ ജോർജറ്റ് ഉണ്ട്, പിന്നെ പ്ലെയിനെറ്റ് ഉണ്ട്, പിന്നെ വെൽവെറ്റ് ഉണ്ട്. അതെ തന്നെ, വെൽവെറ്റ് ഉണ്ട്. വെൽവെറ്റുകളാണ്, അങ്ങനെ എല്ലാത്തരം ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ലൈനിങ് ആയ ക്രേപ്പ് കൂടി ഉണ്ട് ഇവിടെ. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റൂ കേട്ടോ. അത്രയേറെ നമുക്ക് സാധനം സ്റ്റോക്ക് ഉണ്ട്. തൽക്കാലം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിപ്പിച്ച് കാണിക്കാണ് ഇതിന്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് എത്ര വിഡ്ത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നോർമൽ തന്നെ 44 വിഡ്ത്ത് തന്നെ. 44 വിഡ്ത്ത് തന്നെ. അപ്പൊ എല്ലാം വരുന്ന 44 വിഡ്ത്ത്. അപ്പൊ നമ്മളിനി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ സെറ്റ് ആയിക്കൊണ്ടിരിച്ചാൽ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് വന്നും പോയി നിൽക്കുകയാണ്. കുറെയൊക്കെ ഞാൻ കടയുടെ പുറത്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ ബണ്ടലുകളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നേ. അത്യാവശ്യം അറിഞ്ഞുണ്ട്. പിന്നെ സമയമില്ല, കാരണം ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് വന്നും പോയി നിൽക്കണതുകൊണ്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 8 മണി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കടമ ഏകദേശം ക്ലോസ് ചെയ്യാം. എവിടേക്ക്? പറഞ്ഞോളൂ. ഗോപാലപ്രഭു റോഡാണ്, എറണാകുളത്ത്. അപ്പൊ പോന്നോളെ ഹോൾസെയിൽ ആയിട്ട് എടുത്തോളെ. ലൊക്കേഷൻ പറയടാ. അതറിയില്ല, പറഞ്ഞോളൂ. ശരിയാവുള്ളൂ. അതെ, അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളത്ത് ഗോപാല പ്രഭു റോഡിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ 2 സ്ഥലത്തേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ഒരെണ്ണം ഗോപാല പ്രഭു റോഡ് ത്രൂ ആയിട്ടുള്ള എൻട്രൻസും ഉണ്ട്, അതുപോലെ തന്നെ മർച്ചന്റ് യൂണിയൻ ഓഫീസ് ത്രൂ ആയിട്ടുള്ള ആ ഒരു വഴി കൂടി നമുക്ക് എൻട്രൻസ് വരുന്നത്. അപ്പൊ 2 സൈഡിൽ കൂടിയും എൻട്രൻസ് ഉണ്ട്, പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നേരത്തെ കണ്ട ആ ബിൽഡിങ്ങിന്റെ പേര് എന്തായിരുന്നു നിങ്ങൾ നിന്നായിരുന്ന ബിൽഡിംഗ്? DD ബസാറിലായിരുന്നു നേരത്തെ വരെ ബിൽഡിംഗ്. അവിടെ ഇപ്പൊ ജ്യോതി ഇപ്പോഴും ഉണ്ട്, പക്ഷെ കളക്ഷൻസ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ്. അപ്പൊ അവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് നമ്മളിവിടെ സൗകര്യത്തിന് ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, വന്നും പോയി ഇരിക്കണം. അപ്പൊ വരുമ്പോ രാവിലെ വരാം, രാത്രി നമ്മൾക്ക് ഇങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കും. പിന്നെ രാത്രി ഇവര് കയറ്റിയിട്ട് വേണം പിന്നെ രാവിലത്തേക്ക് ഫ്രഷ് ആയിട്ട്. അപ്പൊ വരുമ്പോ രാവിലെ നേരത്തോടെ ഫ്രഷ് ആയിട്ട് വരാം. രാവിലെ വണ്ടിയിൽ പൊട്ടിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് ആകുമ്പോഴേക്കും അതൊക്കെ. അപ്പൊ അതാണ് ഇവിടെ ഇപ്പൊ കസ്റ്റമേഴ്സിൽ നിന്ന് കാണാത്തത്. നമ്മൾ ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ്. പിന്നെ 2-3 ആൾക്കാർ കൂടി ഒരു മിനിറ്റ് ഒരു വീഡിയോയിലൊന്നും ആയി പറഞ്ഞിട്ട് അവരൊക്കെ പോവാൻ വേണ്ടിട്ട് വെയിറ്റിംഗിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഏകദേശം വാടാ അപ്പൊ ഒരാൾ കൂടി ഉണ്ട്. നമ്മുടെ എലിസബത്ത് ചേച്ചി കേട്ടോ, നമ്മുടെ ഇതുവരെ എലിസബത്താണ്. അപ്പൊ ആ എലിസബത്തിന് പകരം നമ്മൾ ഈ ഒരു എലിസബത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എലിസബത്ത് എവിടേക്ക് പോയി എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അടിച്ചു പിരിഞ്ഞ് അങ്ങനെയൊന്നുമില്ല. ഹോസ്പിറ്റൽ കേസ് അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടൊന്നും നമ്മളോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, തൃപ്തിപ്പെടാ. അതെ, നമുക്ക് എന്താണ് കുറവ്? ഈ സെക്ഷൻ നമ്മളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഇവിടുത്തെ സെക്ഷൻ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്നത്.
ചെയ്യണത്. ടോപ്പിന്റെ സെക്ഷൻ ആണ് ഇവരുടെ ഐറ്റം കൂടുതൽ. ഓരോ സ്ഥലത്തും സെക്ഷൻ വൈസ് സ്റ്റാഫ് ഉണ്ടല്ലോ. അതെ, നമ്മുടെ സാമ്രാജ്യം ടോപ്പാണ്. അപ്പൊ അതാണ് വെറൈറ്റീസ് കാണണമെങ്കിൽ രാവിലെ നേരത്തോടെ വരാം. ഇവിടെ പറ്റില്ലെങ്കിൽ ഇവിടെ ശർമ്മ ഹോട്ടലിന്റെ ഓപ്പോസിറ്റോളം ഇവിടെ ആ ഒരു ബിൽഡിംഗ് കൂടി ഉണ്ട്, അത് മറക്കരുത്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ഓക്കെ, ബൈ.